सबसे बेहतर सबका प्यारा, चमका जैसे एक तारा। सबसे बेहतर सबका प्यारा, चमका जैसे एक तारा। ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में। ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में। कैनोडर्मा में है ऐसा एक जादू, जीवनदायी है। गुड मॉर्निंग DXN, नमस्ते DXN, राइजिंग सन DXN, गुड मॉर्निंग DXN। सबसे बेहतर सबका प्यारा, चमका जैसे एक तारा। सबसे बेहतर सबका प्यारा, चमका जैसे एक तारा। ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में। ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में। कैनोडर्मा में है ऐसा एक जादू, जीवनदायी है। गुड मॉर्निंग DXN, नमस्ते DXN, राइजिंग सन DXN, गुड मॉर्निंग DXN। सबसे बेहतर सबका प्यारा, चमका जैसे सबसे बेहतर सबका प्यारा, चमका जैसे एक तारा। सबसे बेहतर सबका प्यारा, चमका जैसे एक तारा। ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में। ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में।
सबसे बेहतर सबका प्यारा, चमका जैसे एक तारा। सबसे बेहतर सबका प्यारा, चमका जैसे एक तारा। ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में। ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में। कैनोडर्मा में है ऐसा एक जादू, जीवनदायी है। Good morning, DXN. Namaste, DXN. Rising sun, DXN. Good morning, DXN. सबसे बेहतर सबका प्यारा, चमका जैसे एक तारा। सबसे बेहतर सबका प्यारा, चमका जैसे। सबसे बेहतर सबका प्यारा, चमका जैसे एक तारा। सबसे बेहतर सबका प्यारा, चमका जैसे एक तारा। ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में। ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में। सबका प्यारा, चमका जैसे एक तारा। सबसे बेहतर सबका प्यारा, चमका जैसे एक तारा। ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में। ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में। कैनोडर्मा में है ऐसा एक जादू, जीवनदायी है। ഓക്കെ ഗുഡ് മോർണിംഗ് സന്തോഷമുള്ളവർക്ക് ഓക്കെ നല്ലൊരു കൈയടി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. सबसे बेहतर सबका प्यारा, चमका जैसे एक तारा। सबसे बेहतर सबका प्यारा, എല്ലാവരുടെ പിന്നില് ഇവിടെ മ്യൂസിക് ഇടുന്ന സമയത്ത് എന്ത് തോന്നുന്നു? എന്താ വന്നേ? ഡാൻസ് കളിക്കണമെന്ന് തോന്നിയാ? ഇല്ല. പിന്നെ വാങ്ങിച്ചപ്പോ എന്ത് തോന്നി? ഇത്രയും പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ വെച്ച്
പിന്നെ വാങ്ങിച്ചപ്പോഴും പൂ വാങ്ങിച്ചപ്പോഴും സന്തോഷമുണ്ടെങ്കിൽ बेहतर सबका ജനുവരി प्यारा മാസം चमक 26 തീയതി നടക്കുന്ന तारा കേരള DXN മാമാങ്കം सबका प्यारा അവിടെ മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെ വേദിക്കാമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൈവപ്പിക്കേ. काम किया दुनिया ने जान लिया ഓക്കെ, വീണ്ടും ഒരു വേദി ആരംഭിക്കുന്നതാണ്. ऐसा है काम അതിനുള്ള അനുകൂല സാഹചര്യം रोशन हो गया जग में ആവിഷ്കരിക്കും. ഇല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇതുപോലെ കണ്ണടത്തിന്റെ ചുവട്ടിൽ പാകൻ. ഇനി എല്ലാം പുറത്ത് വരാൻ പോവുകയാണ്. ഞാനോടൊപ്പം പഠിച്ചു കൊണ്ടുവരുമെന്ന് പറയേണ്ട ഒരു അവസ്ഥയില്ല. മാത്രമല്ല ഇതിൽ വിജയിച്ച ഡയമണ്ടുകളെ എണ്ണയെടുത്ത് കൈവക്കേ. ഇവിടെ വേദി കയറിയ സ്റ്റാർ ഡയമണ്ടുകളുടെ എണ്ണ എടുത്ത് കൈവക്കേ. എത്ര ഉണ്ട് ദേവി മാഡം? ദേവി മാഡം എന്ന് പറഞ്ഞ് എത്ര പേര് വേദി കയറി? ചുമ്മാ അത് കൈവക്കേക്കുക. ഞാൻ ചോദിച്ചത് എന്താ? DXN എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്പനിയുടെ ലാഭവിഹിതമാകുന്ന വ്യക്തികളാണ് ഇവിടെ കയറി നിരന്നു നിന്നത്. ഒന്ന് കൈയടിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പവർ, सबसे बेहतर सबका प्यारा चमका जैसे एक ഏറ്റവും तारा ബുദ്ധിമുട്ടുള്ള സമയത്ത് പണിയെടുത്ത് ഡയമണ്ടായി റൂബിയായി സ്റ്റാറായി चमका ഇപ്പൊ ഈസിയായിട്ട് DXN ചെയ്യാവുന്ന ഈ സമയത്ത് ऐसा है काम की പലരും മനവാസത്തിലാണ്. रोशन हो എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. പലരും മനവാസത്തിലാണ്. ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു മൈൻഡില്ല. ആ മൈൻഡിൽ നിന്ന് മാറ്റിയെന്നാണ് എന്റെ വിശ്വാസം. മാറിയോ? മൂന്ന് പേരെ പറഞ്ഞ് മാറിയോ? ഓക്കെ, എനിക്ക് സമയം അതിക്രമിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി നടക്കുന്ന റെക്കഗ്നേഷൻ പ്രോഗ്രാമില് എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് രാജീവ് സാർ പറഞ്ഞ പോലെ ധർമ്മശീലയുടെ റാങ്കില് ക്രൗൺ അംബാസഡറായിട്ട് കയറുന്നതിന് തടസ്സമില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് DXN വരാൻ പോവുകയാണ്. അപ്പൊ ഈ പ്രോഡക്റ്റുകളൊക്കെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഈസിയായിട്ട് എല്ലാവർക്കും വിജയിക്കാനുള്ള സുവർണ്ണമുണ്ട്. എല്ലാ ഷോപ്പുകളിലും ആഴ്ചയിലൊരിക്കൽ നടക്കുന്ന മീറ്റിംഗിന്റെ പേരെന്താ? ഞാൻ നിർത്തി. ഇവിടെ എനിക്ക് കയറുക. ഏത് മീറ്റിംഗാ? ഹലോ, ചേംബർ മീറ്റിംഗ്. ആഴ്ചയിലൊരിക്കൽ ഷോപ്പുകളിൽ നടക്കുന്ന മീറ്റിംഗിന്റെ പേരെന്താ? ചേംബർ മീറ്റിംഗ്. ചേംബർ മീറ്റിംഗ്. ഇത് ഉറക്കെ പറയണം. सबसे ഈ ചേംബർ बेहतर മീറ്റിംഗിലേക്ക് ആൾക്കാരെ പങ്കെടുപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? चमका जैसे एक तारा सबसे ഫാമിലി മീറ്റിംഗുകൾ സംഘടിപ്പിക്കണം. ഫാമിലി മീറ്റിംഗുകൾ ഫാമിലികൾ തോറും പോയിട്ട് ഇവിടെ DXN കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്നവർക്ക് കൈവക്കിയേ. എല്ലാവർക്കും അറിയാം. വീണ്ടും ഒരു കൈയടി കൂടെ. എല്ലാവർക്കും അറിയാം. ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ജനങ്ങൾ വരുമോ വരത്തില്ലയോ? വരും. ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ദിവസങ്ങൾ തുടങ്ങും എന്ന് മാത്രം പ്രതിജ്ഞ ചെയ്തുകൊണ്ട് വേണം എല്ലാവരും പോകാൻ. ഇന്നത്തെ പ്രോഗ്രാമിൽ നന്ദി പറയാനുള്ള ഒറ്റ കാര്യമാണ് നിശ്ചിതമായിരിക്കുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാമില് ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത് പ്രോഗ്രാമിന് വേണ്ടി ഇന്നലെ ഇവിടെ എത്തിയ നമ്മുടെ ഷാദ് സാർ എന്ന് പറയുന്നത് ആ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ഇല്ല. നല്ലൊരു വ്യക്തി അദ്ദേഹത്തിന് കൊടുക്കാം. ഇവിടെ ഒളിച്ചു നിൽപ്പുണ്ട്. ഇന്നലെ വന്നതാണ്. ഓക്കെ, വളരെ പ്രാധാന്യത്തോടുകൂടി പ്രോഗ്രാമിന്റെ എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും സംവിധാനിച്ച അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് വന്ന് രേഖപ്പെടുത്തി. പിന്നെ നമ്മുടെ ഹൈക്കോടതി അഡ്വക്കേറ്റ് പുതിയൊരു പേരായി. ഇനി എന്ത് കേസുണ്ടായാലും ഫീസ് കുറച്ചെന്ത് ചെയ്യും? വേറെ സുപ്രീം കോടതി വക്കീൽ കൂടെ ഉണ്ട്. വേറെ സാർ ഇതൊന്നും കണ്ടില്ല. സുപ്രീം കോടതിയിൽ ഒരു വക്കീൽ കൂടെ ഉണ്ട്. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, DXN ഈ പ്രോഡക്റ്റ് കഴിച്ചാൽ എത്ര വയസ്സാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ചോദിക്കും, എത്ര വയസ്സുണ്ട് സാറേ? എന്തായാലും ഈ പ്രായത്തിൽ ആരായി? എന്തായാലും ഇതിന്റെ രഹസ്യം DXN പ്രോഡക്റ്റ് കഴിച്ചതിന്റെ പവർ സാറ് കൊണ്ട് പറയാൻ എനിക്കൊരു പറയാനുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഗോതമ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കുറച്ചുകൂടെ രണ്ടാമത്തെ മോനും അത്
സാറ് വളരെ സാറ് പറഞ്ഞ रोशन हो അതിന്റെ ആ गया जग में യഥാർത്ഥ കാര്യം. അപ്പൊ DXN പ്രോഡക്റ്റിന്റെ ശക്തി दुनिया ने जान എന്താ? रोशन हो गया ഒന്ന് ആലോചിച്ച് നോക്ക്. DXN പ്രോഡക്റ്റിന്റെ ശക്തി എന്താന്ന് കൊറോണ വന്നത് മനസ്സിലായോ ഇല്ലയോ? ഇല്ല. കൊറോണ വന്ന് മരിച്ചവർക്ക് കൈവക്കിയേ മനസ്സിലായിട്ട് പ്രോഡക്റ്റ് കഴിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെയൊക്കെ ചുറ്റുപാട് ഒരുപാട് പേര് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിൽ പെട്ട് വല്ലാത്ത അവസ്ഥയിലാണ്. ഇവിടെ സന്തോഷത്തോടു കൂടി ദൈവം നമുക്കെല്ലാം തന്നു. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള ഒരു വർഷം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. അതിന് മാതൃക കാണിച്ച നമ്മുടെയൊക്കെ കേരളത്തിന്റെ ഞങ്ങളൊക്കെ മിനീഷേട്ടെന്ന് വിളിക്കും. സാറിന് ചെറിയ കേസ് എടുക്കുമായിരുന്നു. ചേട്ടനൊക്കെ വിളിച്ച കേസ് എടുക്കും. ഓക്കെ, എന്തായാലും മിനീഷ് സാറ് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഒരു മീറ്റിംഗില് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടിയിരിക്കുന്ന വ്യക്തിയിൽ ഒരാളാണ് നമ്മുടെ വിനീഷ് സാറ്. കാരണം എന്താ കാരണം? രണ്ട് സന്തോഷമാണ്. ഒന്ന് വക്കീലുമായി, രണ്ട് DXNന്റെ सबका प्यार വക്കീലായതിനു ശേഷം നമ്മൾ മാമാങ്കത്തിൽ പങ്കെടുത്ത് വളരെ സന്തോഷത്തോടുകൂടിയിരിക്കുന്ന അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ വളരെ വിനയപുരസ്സരം താങ്ക് യു സാർ. അടുത്തത് രാജീവ് സാർ. രാജീവ് സാർ അദ്ദേഹം തന്നെ ഇവിടെ ഉണ്ട്. സാർ കുറെ പ്ലാനിലാണ്. ഫോട്ടോ ഒക്കെ എടുത്തിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തിയിൽ ഒരാളാണ്. പലരും എനിക്ക് ഒന്ന് ഫോട്ടോ എടുക്കുന്നതെന്ന് ഞാൻ കണ്ടില്ല. ഈ ഫോട്ടോസ് ശരിക്കും ഉപയോഗിക്കണം. ഇവിടെ വേദിയിൽ കയറിയ ഡയമണ്ടുകളുടെ ഫോട്ടോ കാണിച്ചാൽ മതി. DXN വിജയിച്ചവരുണ്ടോ? ഉണ്ടോ? ഇത് ആരിലേക്ക് എത്തിക്കണം? ഇപ്പൊ ഈ ഫോട്ടോ എനിക്ക് തോന്നുന്നു ഒത്തിരി മാറ്റമുണ്ടോ? കുറെ യൂട്യൂബർമാര്, കുറെ പ്രധാനപ്പെട്ട വ്യക്തികൾ അത് മൊത്തം കവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടും. അതെല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഞാൻ സമയം വീണ്ടും പോവുകയാണ്. രാജീവ് സാറിന് എല്ലാവരുടെയും നാമത്തിലുള്ള നന്ദിയും കടപ്പാടും കൊടുക്കുകയാണ്. രാജീവ് സാർ, താങ്ക് യു സാർ. അടുത്തത് രാജീവ് സാറാണ്. ശരിക്കും പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനായി പാലിൽ കൊണ്ടുവരുന്ന ആളെ ഓട്ടോറിക്ഷ ഡ്രൈവർ ചുമ്മാതെ പറയുകയല്ലോ. പക്ഷെ പണ്ടത്തെ ഫോട്ടോയും ഓട്ടോയും കൂടെ ആര് കാണിച്ചു? ഒരു പ്രോഗ്രാമില് പണ്ടത്തെ സാറിന്റെ ഫോട്ടോയും ആ ഓട്ടോയും കൂടെ കാണിച്ചപ്പോഴാണ് പലർക്കും മനസ്സിലായത്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകില്ല? എത്ര ഭാഷ അറിയാം സാറേ? അതിവിടെ ചോദിക്കാതെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും DXN എത്തിച്ച മഹാനായ വ്യക്തി. ആഫ്രിക്കയിൽ എന്ത് നടന്നാലും അതിന്റെ ഫലം കിട്ടുന്ന ആർക്കാ? അയ്യടിക്കട്ടെ. അങ്ങനെ എല്ലാ കഴിവുകളുമുള്ള ഒരു പറ്റ ലീഡേഴ്സ് നമുക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറാണ് സലാഹുദ്ദീൻ സാർ. അദ്ദേഹത്തിന് ശക്തമായ ഒരു കൈയടിയോടുകൂടി അതേപോലെ सबसे बेहतर सबका प्यारा चमका जैसे ഞങ്ങളെയൊക്കെ ശരിക്കും ഒരു കാരണവരെ പോലെ കൂടെ കൂടെ അടിക്കില്ല കേട്ടോ. പുറത്തൊക്കെ ഇട്ട് അടിക്കും. സാറിന് അടിക്കൊണ്ടുവരുന്നാൽ അരമണിക്കൂറിലേക്ക് നല്ല അനുഭവമായി. പണ്ടൊക്കെ പുറകെ വർക്ക് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുവായിരുന്നു. നമുക്ക് എവിടെയും നമ്മളെ നടത്തുന്ന വ്യക്തിയായിരുന്നു. കേരളത്തിന്റെ ഏറ്റവും ടോപ്പ് ലീഡറായ ശശാങ്ക് സാറിന് നമ്മുടെയൊക്കെ നമ്മുടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് ഹരി സാർ, നമ്മുടെയൊക്കെ അഭിമാനമായ, നമുക്കൊക്കെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റിയ നമ്മുടെ നാട്ടുകാരനായ ഹരിദാസ് സാറിനെ നിങ്ങളുടെ എല്ലാവരുടെ നാമത്തിൽ നന്ദി. അടുത്തത് ധനഞ്ജയ് സാറ്, സുനിൽ സാർ. സുനിൽ സാർ എന്തെന്ന് കണ്ടില്ല, കുറെ നേരം കൊണ്ട് സുനിൽ സാറിനെ നോക്കുകയാണ്. സാറിന്റെ എല്ലാം തോന്നുന്നു പത്തനംതിട്ടയുടെ ഒരു പക്ഷേ കേരളത്തിന് തന്നെ നെറ്റ്വർക്കിൽ ഏറ്റവും ടോപ്പ് നെറ്റ്വർക്ക് ബിസിനസ് എന്താണെന്ന് പഠിപ്പിച്ച, നെറ്റ്വർക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ച ഒരു ഗുരുനാഥനാണ് സുനിൽ സാർ. അദ്ദേഹം ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി. അടുത്തത് നമ്മുടെ ധനഞ്ജയ് സാറാണ്. എനിക്ക് ശരിക്കും പറയാം, എന്റെ പകുതി ജോലി ആര് കുറച്ച് തന്നു. DXNൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് 3 വർഷം പുറകെ നടന്നിട്ട് ആര് ജോയിൻ ചെയ്തത്? 3.5 വർഷം അല്ലേ? 3.5 വർഷം പുറകെ നടന്നിട്ടാണ് ധനഞ്ജയ് സാർ ജോയിൻ ചെയ്തത്. പക്ഷെ ഇന്ന് എല്ലാ മാസം 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ആര് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ സന്തോഷമുണ്ട്. ഇന്ന് ടോപ്പ് ലീഡറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി മാറിയിരിക്കുന്ന ധനഞ്ജയ് സാറിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി. താങ്ക് യു സാർ. അടുത്തത് സഞ്ജയ് സാറാണ്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്ത് അതുപരി വളരെ ശക്തമായിട്ട് ഇന്റർനാഷണൽ ലീഡറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സഞ്ജയ് സാറിന് എല്ലാവരുടെയും നാമത്തിലുള്ള നന്ദി. അടുത്തത് നമ്മുടെ നടൻ സാറാണ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും
നല്ലൊരു ഗ്രൂപ്പിന്റെ ലീഡറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് കമ്മീഷനാണ്. ഒരേ ഒരു കോർ ലീഡർ, അത് വനിതകളുടെ അഭിമാനമാണ്. അദ്ദേഹത്തിനില്ലായിരുന്നെങ്കിൽ ആരും കാണത്തില്ലായിരുന്നു. കോർ ലീഡറിന് വനിതകൾ കാണില്ലായിരുന്നു. അപ്പൊ ആ വനിതകളുടെ അഭിമാനമായ മനുഷ്യമേളത്തിനും എല്ലാവരുടെയും നന്ദി. അടുത്തതായി സതീഷാണ്, നമ്മുടെ പ്രധാനപ്പെട്ട കോർ ലീഡറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമില് നന്ദി രേഖപ്പെടുത്തുക. ഇനി എനിക്ക് നന്ദി രേഖപ്പെടുത്താറുള്ളത് ഇന്നിവിടെ പിന്നു വാങ്ങിച്ച ചാറായികളെയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. ഒരു പക്ഷേ ഇതൊന്നും വലിയ സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടില്ല. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഇതിലൂടെ കഴിയും. ഒന്നുമല്ല, നമ്മുടെ കൂടെ വന്ന കുറെ പേരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഇന്ന് പങ്കെടുത്ത എല്ലാ സ്റ്റാർജന്യങ്ങൾക്കും പിന്നെ വാങ്ങിച്ചവർക്ക് പ്രത്യേകിച്ചും നന്ദി രേഖപ്പെടുത്തുക. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് പങ്കെടുത്ത വ്യക്തികൾ, അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായി കാണണമെന്നില്ല, അവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത കുട്ടികള്, സ്റ്റാർ ഡയമണ്ട് ആൻഡ് ലീഡേഴ്സ് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തി നടത്തുന്നു. रोशन हो गया जग में. रोशन हो गया जग में. ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में. जादू जीवनदायी है. നമ്മുടെ പ്രോഗ്രാം सबसे बेहतर सबका प्यारा, चमका जैसे एक तारा. सबसे बेहतर सबका प्यारा, चमका जैसे एक तारा. ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में. ऐसा है काम किया दुनिया ने जान लिया, रोशन हो गया जग में. Gold diamond, Mr. Yes,
റോഷ്നി जादू തിരുവനന്തപുരം, जीवनदायी है ജോളി ശാസ്താംകോട്ട, സുചിത്ര പി അടൂർ, കുമാർ എ വർക്കല, സരിത എൻ എം പാങ്ങോട്, ഷീല सबसे बेहतर सबका प्यारा चमका जैसे एक तारा सबसे बेहतर सबका प्यारा വീണ പ്രിയർ കല്ലറ, ജസീന എം പാങ്ങോട്, സുനില പള്ളിക്കൽ, സുമതി ടി, രാജീവ് ആർ ആർ കാരെ, അശ്വതി എം പാങ്ങോട്. ഇത്രയും പേരെ ഈ വേദിയുടെ പരിസരത്തേക്ക് വരിക. सबसे बेहतर सबका प्यारा चमका जैसे एक तारा सबसे बेहतर सबका प्यारा चमका जैसे एक तारा ऐसा है काम किया दुनिया ने जान लिया रोशन हो गया जग में ऐसा है काम किया दुनिया ने जान लिया रोशन हो गया जग में ദൈവത്തിന് ഇന്നത്തെ ആദരിക്കാൻ വേണ്ടി ശക്തമായിട്ടുള്ള കൈ കൊടുക്കുക. कैनोडर्मा में है ऐसा एक जादू जीवनदायी है सबसे बेहतर सबका प्यारा चमका जैसे एक तारा सबसे बेहतर सबका प्यारा चमका जैसे एक तारा ऐसा है काम किया दुनिया ने जान लिया रोशन हो गया जग में ऐसा है काम किया दुनिया ने जान लिया रोशन हो गया जग में कैनोडर्मा में है ऐसा एक जादू जीवनदायी है Thank you. Thank you all. ശക്തമായിട്ടുള്ള കൈയടി. വേദിയിലേക്ക് ശക്തമായ കൈ കൊടുക്കുക. Thank you. Thank you everyone. सबसे बेहतर सबका प्यारा चमका जैसे एक तारा सबसे बेहतर सबका प्यारा चमका जैसे Okay. सबसे बेहतर सबका प्यारा चमका जैसे एक तारा सबसे बेहतर सबका प्यारा चमका जैसे एक तारा ऐसा है काम किया दुनिया ने जान लिया रोशन हो गया जग में ऐसा है काम किया दुनिया ने जान लिया रोशन हो गया जग में